ചോദ്യം: മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മാലിക് എന്ന മലക്കിന്റെ പ്രത്യേകത എന്ത്? ഉത്തരം: നരകത്തിന്റെ കാവൽക്കാരനാണ് മാലിക് അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചിരുന്നില്ല. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം: യാത്ര പുറപ്പെട്ട അതേ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. ചോദ്യം: ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്ത്? ഉത്തരം: ബുറാഖ്. ചോദ്യം: ഇസ്രാ മിഅ്റാജ് നടന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് ആദ്യം വിശ്വസിച്ച വ്യക്തി ആര്? ഉത്തരം: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ കാരണവും ഈ സംഭവമാണ്. ചോദ്യം: ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിൽ? ഉത്തരം: 51-ാം വയസ്സിൽ. ചോദ്യം: ഇസ്രാ മിഅ്റാജും നടന്ന രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു താമസിച്ചത്? ഉത്തരം: അബൂ ത്വാലിബിന്റെ പുത്രി ഉമ്മു ഹാനയുടെ വീട്ടിൽ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം: ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച്. ചോദ്യം: മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശുപാർശ കേട്ട് നിസ്കാരം ചുരുക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ മടങ്ങി? ഉത്തരം: 9 തവണ. ചോദ്യം: എന്താണ് ഇസ്രാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം: മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി യാത്രയ്ക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. ചോദ്യം: എന്താണ് മിഅ്റാജ്? ഉത്തരം: മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്ക് നടത്തിയ യാത്രയാണ് മിഅ്റാജ്. ചോദ്യം: ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന്? ഉത്തരം: നുബുവ്വത്തിന്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിൽ. ചോദ്യം: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ ആരുടെ കൂടെയാണ് പോയത്? ഉത്തരം: ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെ. ചോദ്യം: മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ച വിശുദ്ധ ഭവനം ഏതാണ്? ഉത്തരം: ബൈത്തുൽ മഅ്മൂർ, മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം. ചോദ്യം: ഈ യാത്രയിലൂടെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച പ്രധാന നിർബന്ധ കർമ്മം ഏതാണ്? ഉത്തരം: 5 നേരത്തെ നിസ്കാരം. ചോദ്യം: സിദ്റത്തുൽ മുൻതഹ എന്നാൽ എന്താണ്? ഉത്തരം: 7-ാം ആകാശത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സൃഷ്ടികളുടെ അറിവ് അവസാനിക്കുന്ന അതിർത്തിയിലെ ഇലന്തമരം. ചോദ്യം: ഈ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഖുർആനിലെ സൂറത്ത് ഏത്? ഉത്തരം: സൂറത്ത് ഇസ്രാ. ചോദ്യം: മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണമറ്റ മലക്കുകളെ കണ്ടത് എവിടെ വെച്ച്? ഉത്തരം: സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ നരകങ്ങൾ കണ്ട ദിവസം? ഉത്തരം: മിഅ്റാജ് ദിനം. ചോദ്യം: മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ ഇറങ്ങി നിസ്കരിച്ചു? ഉത്തരം: സീനാ പർവ്വതം, ബൈത്ത് ലഹം എന്നീ സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നിസ്കരിച്ചതായി ചരിത്രരേഖകളിൽ കാണാം. ചോദ്യം: 5 നേരത്തെ നിസ്കാരം എന്ന കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് എത്ര വക്ത് നിസ്കാരമാണ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത്? ഉത്തരം: 50 വക്ത് നിസ്കാരം. ചോദ്യം: ഇസ്രാ മിഅ്റാജിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.